Hello friends, so നമ്മൾ AS1 illustrations ചെയ്തോ, MCQ ചെയ്തോ, scenario based questions ചെയ്തോ. Then ഇത് നമ്മൾ previous year AS1 എന്ന് ചോദിച്ച questions ആണ്. ഇത് May 2023 ചോദിച്ച question ആണ്. നമുക്ക് റീഡ് ചെയ്യാം. 5 mark question ആണ്. Answer any 4 of the then താഴത്തെയാണ്. First question, you are required to comment on the following cases as per the provisions of Accounting Standard 1, Disclosure of Accounting Policies. So accounting policy ബേസിസിലാണ് നമ്മൾ കമന്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നതാണ്. So first one, B Limited has not complied with AS2, not complied valuation of inventories and the same is disclosed in notes to accounts. Management is of the view that finance statements give a true and fair view as non-compliant AS2 is disclosed. ഇവിടെ പറയുന്നത് ബി ലിമിറ്റ് എന്നൊരു കമ്പനി AS2 കംപ്ലൈ ചെയ്യാൻ ഫോളോ ചെയ്യുന്നില്ല. അത് എന്ത് നോട്ട്സ് ടു അക്കൗണ്ട് ഞാൻ AS2 ഫോളോ ചെയ്യണില്ല എന്ന് നോട്ട്സ് ടു അക്കൗണ്ടിൽ വന്ന് പറഞ്ഞു, ഡിസ്ക്ലോസ് ചെയ്തു. സോ മാനേജ്മെന്റ് പറയുന്നത് ഇങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ AS2 ഫോളോ ചെയ്യുന്നില്ല എന്ന് നോട്ട്സ് ടു അക്കൗണ്ട് ഡിസ്ക്ലോസ് ചെയ്യുന്നത് കൊണ്ട് അത് ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണ് എന്നാണ് പറയുന്നത്. സോ നമ്മൾ കമന്റ് കൊടുക്കണമെന്ന് വെച്ചാൽ ഇപ്പോൾ ആ കമ്പനി AS2 ഫോളോ ചെയ്യില്ല എന്ന് വെച്ച് അത് ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആകണമെന്നില്ല. ഓക്കെ, ദാറ്റ് ഈസ് നോട്ട് എ ട്രൂ ആൻഡ് ഫെയർ വ്യൂ. സോ നമുക്ക് ആൻസർ ചെക്ക് ചെയ്യാം. As per AS1, disclosure of accounting policy is not a remedy or wrong inappropriate treatment in accounting. സോ നമ്മൾ ഫോളോ ചെയ്യണില്ല എന്നും പറഞ്ഞ് നോട്ട്സ് ടു ഡിസ്ക്ലോസ് ചെയ്തു. അങ്ങനെ ഡിസ്ക്ലോഷർ ചെയ്യുന്നത് കൊണ്ട് ഇറ്റ്സ് നോട്ട് എ റെമഡി ഫോർ റോങ് ഓർ ഇൻഅപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെന്റ്. അക്കൗണ്ടിങ്ങിൽ അതൊരു ഇൻഅപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ അത് റോങ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയുള്ള റെമഡി അല്ല AS1. ഞാനത് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് കൊണ്ട് ദാറ്റ് ഈസ് നോട്ട് എ റെമഡി ഫോർ റോങ് ഓർ ഇൻഅപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെന്റ് ഇൻ അക്കൗണ്ടിങ്. ഓക്കെ, ആസ് പെർ AS1 it is not a remedy. Underline the word not a remedy for wrong or inappropriate treatment in accounting. So in the given case, financial statement does not give a true and fair view as they are not in compliance with AS2 comply ചെയ്തില്ല എന്ന് വെച്ച് അത് നമുക്ക് ഒരിക്കലും ട്രൂ ആൻഡ് ഫെയർ വ്യൂ തരത്തില്ല. അതാണ് എൻ്റെ ആൻസർ. Then next one, C Limited sold its office building for 10 lakhs. 10 lakhs in office building sale ചെയ്ത്. On 1st March 2023, the buyer has paid the full amount and taken possession of the building. The book value of the office building is 4 lakh. On 31st 2023, document legal formalities are pending. The company has not recorded the disposal and the amount received is shown as advance. The buyer has paid the full amount and taken possession of the building. ഇത് accrual കോൺസെപ്റ്റ് ആണ്. ആക്രൂവൽ കോൺസെപ്റ്റ് അനുസരിച്ച് ലീഗൽ ഫോർമാലിറ്റി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ അവിടെ ഓണർഷിപ്പ് പോയിട്ടുണ്ട്. സോറി, ആക്രൂവൽ അല്ല, സബ്സ്റ്റൻസ് ഓഫ് ഫോം. സബ്സ്റ്റൻസ് ഓഫ് ഫോം എന്ന് പറഞ്ഞാൽ ലീഗൽ ഫോർമാലിറ്റി ആവശ്യമില്ല. അവിടെ എന്ത് മാത്രം മതി? സബ്സ്റ്റൻസ് ഓഫ് ഫോമിൽ ലീഗൽ ഫോർമാലിറ്റി ആവശ്യമില്ല, അവിടെ ഫിനാൻഷ്യൽ റിയാലിറ്റി മാത്രം മതി. ട്രാൻസാക്ഷൻ സബ്സ്റ്റൻസ് ഓഫ് ഫോം എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻസ് ആൻഡ് അതർ ഈവൻസ് ഷുഡ് ബി അക്കൗണ്ടഡ് ഫോർ ആൻഡ് പ്രസന്റഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദർ സബ്സ്റ്റൻസ് ആൻഡ് ഫിനാൻഷ്യൽ റിയാലിറ്റി ആൻഡ് നോട്ട് ബൈ ലീഗൽ ഫോം. അത് ലീഗൽ ഫോർമാലിറ്റിയുടെ ആവശ്യമില്ല, ഫിനാൻഷ്യലി അത് അതിൻ്റെ ബേസിസിലാണ് അവിടെ റെക്കോർഡ് ചെയ്യുന്നത്. സോ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ലീഗൽ ഫോർമാലിറ്റി ഫോർ ദ സെയിൽ ഇസ് യെറ്റ് ടു ബി കംപ്ലീറ്റഡ് എന്നാണെങ്കിൽ പോലും ഒരു ട്രാൻസാക്ഷൻ ഇസ് വിൽ ബി റെക്കോർഡഡ് ആസ് സെയിൽസ്. അവിടെ സെയിൽസ് ആയിട്ട് തന്നെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. സോ നമുക്ക് ആൻസർ റീഡ് ചെയ്യാം. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സബ്സ്റ്റൻസ് ഓഫ് ഫോം, നോട്ട് അക്രൂവൽ. ഓക്കെ, സബ്സ്റ്റൻസ് ഓവർ ഫോം. Considering the substance of form as per AS1, documentation and legal formalities represent the form of the transaction, although the legal title has not been transferred. The economic reality and substance are that the rights and beneficial interest in the office building have been transferred. So എന്താ പറയുന്നത് വെച്ചാൽ ഡോക്യുമെന്റേഷൻ ലീഗൽ ഫോർമാലിറ്റി നടന്നിട്ടില്ലെങ്കിൽ പോലും ലീഗൽ ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്തിട്ടില്ലെങ്കിൽ പോലും അവിടെ എക്കണോമിക് റിയാലിറ്റിയും സബ്സ്റ്റൻസും
ഉള്ളത് കൊണ്ട് അവിടെ റൈറ്റ്സും ബെനിഫിഷ്യൽ ഇൻട്രസ്റ്റും ആ ഓഫീസ് ബിൽഡിംഗിന് മേലുള്ള റൈറ്റ്സ് ഇൻട്രസ്റ്റും എല്ലാം നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു ടു ദി ബയ്യർ. So therefore recording of acquisition or disposal by the transferee and transfer respectively would in substance represent a transaction into. So അവിടെ ഓൾറെഡി ടൈറ്റിൽ ലീഗൽ ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്തിട്ടില്ലെങ്കിലും അവിടെ റൈറ്റ്സും ബെനിഫിഷ്യൽ ഇൻട്രസ്റ്റും ബയ്യർ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. സോ ബയ്യറിനാണെങ്കിൽ അയാൾ റെക്കോർഡ് ചെയ്യണം, അക്വിസിഷൻ റെക്കോർഡ് ചെയ്യണം. സെല്ലറാണെങ്കിൽ അയാൾ ഡിസ്പോസൽ സെയിൽ ചെയ്തിട്ടുണ്ടെന്ന് റെക്കോർഡ് ചെയ്യാം. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. സബ്സ്റ്റൻസ് ഓഫ് ഫോം അനുസരിച്ച് അവിടെ ലീഗൽ ഫോർമാലിറ്റി യെറ്റ് ടു ബി കംപ്ലീറ്റഡ് ആണെങ്കിലും നമുക്കത് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ബെനിഫിറ്റ് ഇൻട്രസ്റ്റ് ഇസ് ട്രാൻസ്ഫർ ടു ദി ബയ്യർ. Therefore the transaction shall be considered as sale. The next question, the limited prepared its accounts on cash basis and the same is not disclosed. ഇപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനി ക്യാഷ് ബേസിസിലാണ് റെക്കോർഡ്, നോർമലി അക്രൂവൽ ബേസിസിലാണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത്. സോ കമ്പനി ക്യാഷ് ബേസിസിൽ റെക്കോർഡ് ചെയ്ത് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്ത് അത് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. സപ്പോസ് ഒരു കമ്പനി ക്യാഷ് ബേസിസിലാണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ അതെന്താണ്, അതാണ് നോട്ട്സ് ടു അക്കൗണ്ടിൽ എന്ത് ചെയ്യണം, ഡിസ്ക്ലോസ് ചെയ്യണം. ദാറ്റ്സ് ദി ആൻസർ. Accrual is the fundamental accounting assumption. If it is not followed by the company, the fact should be disclosed under AS1. Hence, the company should disclose the fact that cash based accounting has been followed in notes to account. അത് തന്നെയാണ് അക്രൂവൽ ആൻഡ് ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് അസംപ്ഷൻ. അത് ഫോളോ ചെയ്തില്ലെങ്കിൽ ആ ഫാക്ട് നോട്ട്സ് ടു അക്കൗണ്ടിൽ ഡിസ്ക്ലോസ് ചെയ്യണം. സോ കമ്പനി ക്യാഷ് ബേസ് ഫോളോ ചെയ്യണമെങ്കിൽ അത് നോട്ട്സ് ടു അക്കൗണ്ടിൽ ഡിസ്ക്ലോസ് ചെയ്ത് കാണിക്കേണ്ടതാണ്. Then next one, G Limited disclose significant accounting policies adopted in the preparation of finance statement in the directors report. എന്ന് വെച്ചാൽ ജി ലിമിറ്റഡ് എന്ന കമ്പനി അവർ ഫോളോ ചെയ്ത അക്കൗണ്ടിങ് പോളിസീസ് ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തപ്പോൾ, ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയറിംഗ് ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റ്, ആ ടൈമിൽ അവർ എന്തൊക്കെ പോളിസീസ് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് അത് ഡയറക്ടേഴ്സ് റിപ്പോർട്ടിലും കാണിക്കണം. Answer wrong ആണ്. It is not as a part of director report. It is only a part of financial statements. ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റ് പാർട്ട് മാത്രമാണത്. So the practice followed by the company is not correct because it should be disclosed as a part of finance statement, not as a part of financial statements. Okay, 5 mark question ആണ്, easy question ആണിത്. Then next question നോക്കാം നമുക്ക്. November 2023 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, 5 mark question. Some question read ചെയ്യാം. First one, accountant of A Limited charges a probable loss of losing a suit in books of accounts and also discloses the same fact in finance statements. The probability of losing the suit is 25%. Okay, so അക്കൗണ്ടന്റ് ഓഫ് എ ലിമിറ്റഡ് അക്കൗണ്ടന്റ് പറയുന്നത് ആ ഒരു ബുക്സ് ഓഫ് അക്കൗണ്ട് ഒരു സ്യൂട്ട് ലോസ് ആവും, നഷ്ടം വരുന്നുണ്ട് കുറച്ച് എമൗണ്ട് ഒരു തർക്കം മൂലം. സോ അത് ഞാൻ ഫിനാൻസ് സ്റ്റേറ്റ്മെന്റിൽ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്നാണ് അക്കൗണ്ടന്റ് ഓഫ് എ ലിമിറ്റഡ് പറയുന്നത്. സോ അത് ലൂസ് ചെയ്യാനുള്ള, നഷ്ടപ്പെടാനുള്ള ചാൻസും 25% ആണ്. സോ AS1 പ്രകാരം ആ ഡിസ്ക്ലോഷർ എന്താണ് ചെയ്യേണ്ടത്, ഡിസ്ക്ലോഷർ റിക്വയർമെന്റ് എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ. In the case, the accountant of company created a provision for damage of probability of losing a suit by a charge against profit. So, അത് ലൂസ് ചെയ്യാനുള്ള ചാൻസസ് ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്നു, അക്കൗണ്ടന്റ് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അൺലെസ് ദ പ്രോബിലിറ്റി ഓഫ് ലൂസിങ് ദ suit is more than probability of not losing it. എന്ന് വെച്ചാൽ അവിടെ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് നഷ്ടപ്പെടുന്നതിനേക്കാൾ അത് നഷ്ടപ്പെടും. ആ സ്യൂട്ട് സ്യൂട്ടിന്മേൽ നമുക്ക് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യേണ്ട അത്യാവശ്യമായിട്ട് വരും. പ്രോബബിലിറ്റി, ആ സ്യൂട്ട് ലോസ് ആവാനുള്ള പ്രോബിലിറ്റി അധികമാണ് എന്ന് വെച്ചാൽ അണ്ടിൽ ദ പ്രോബിലിറ്റി ഓഫ് ലൂസിങ് ദ സ്യൂട്ട് ഇസ് മോർ ദാൻ പ്രോബിലിറ്റി നോട്ട് ലൂസിങ് ഇറ്റിനേക്കാൾ കൂടുതൽ പ്രോബിലിറ്റി എന്തിനാണ്, ലൂസിങ് ദ സ്യൂട്ട് ആണ്. സോ ആ ടൈം വരെ നമ്മൾ എന്ത് ചെയ്യണം, അണ്ടിൽ ദ പ്രോബിലിറ്റി ലൂസിങ് ദ സ്യൂട്ട്, അത് നമ്മൾ സ്യൂട്ട് എന്തായാലും ലൂസ് ചെയ്യുന്ന ടൈം വരെ എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പ്രോബിലിറ്റി ക്രിയേറ്റ് ചെയ്യണം. ഇറ്റ് ഷുഡ് നോട്ട് ബി ക്രിയേറ്റ് എനി ക്രിയേഷൻ പ്രൊവിഷൻ ഫോർ സച്ച് പ്രോബബിൾ ലോസ്.
So there is no need to charge such loss against profit and disclose ചെയ്യുന്ന ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ നമ്മൾ പറയുന്നത് അവിടുത്തെ അക്കൗണ്ടന്റ് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പ്രോബിലിറ്റി ഓഫ് ലൂസിങ് ദി സ്യൂട്ട് നഷ്ടപ്പെടും. സോ ആ പ്രോബിലിറ്റി മേലിൽ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്ത് അൺലെസ് ദ പ്രോബിലിറ്റി ഓഫ് ലൂസിങ് ദി സ്യൂട്ട് ഇസ് മോർ ദാൻ പ്രോബിലിറ്റി നോട്ട് ലൂസിങ് ദ ഷുഡ് നോട്ട് ബി ക്രിയേറ്റ് എന്ന് വെച്ചാൽ സ്യൂട്ട് ലോസ് ആകുന്ന വരെ എന്നാണ് എന്നാണ് നമുക്ക് പ്രോബബിലിറ്റി ആയിട്ട് പറയാൻ സാധിക്കുന്നത്. ആ ലൂസ് നമുക്ക് നഷ്ടപ്പെടും, ലോസ് ഉണ്ടാകും. ആ ടൈം വരെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സച്ച് പ്രോബബിൾ ലോസസ്. സോ there is no need to charge such loss against profit. സോ നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് ഫിനാൻസ് സ്റ്റേറ്റ്മെന്റിൽ കാണിക്കേണ്ട ആവശ്യമില്ല. എന്നാണ് അത് ഉണ്ടാവണം ആ ടൈം നമ്മൾ ഡിസ്ക്ലോസ് ചെയ്താൽ മതി. അതുവരെ നമ്മൾ എന്ത് ചെയ്യേണ്ട, കാണിക്കേണ്ട ആവശ്യമില്ല. അതാണ് പറയുന്നത്. എന്നാണ് ലോസ് ഉണ്ടാകുന്ന അന്ന് കാണിക്കുക, അതുവരെ നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ല. സോ കമ്പനി ചെയ്ത റോങ് മെത്തേഡാണ്. ഓക്കെ, അക്കൗണ്ടന്റ് ചെയ്തത്. Then next one, accountant of A Limited capitalized all the revenue expenses of repairs and maintenance during the year to plant and machinery and is also disclosing the same as company policy in finance statements. അത് wrong ആണ്. നമുക്ക് ഓൾറെഡി അറിയാം പ്ലാന്റ് ആൻഡ് മെഷീനറി റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസ് ആവശ്യം വരും. അവിടെ പ്ലാന്റ് ആൻഡ് മെഷീൻ ഒരു അസറ്റ് റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസ് ചെയ്തുകൊണ്ട് അവിടെ അതിൻ്റെ കപ്പാസിറ്റി ഇൻക്രീസ് ആവുന്നില്ല. കപ്പാസിറ്റി ഇൻക്രീസ് ആയി മാത്രം മതി അത് ക്യാപിറ്റലൈസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോ അവിടെ കപ്പാസിറ്റി ഇൻക്രീസ് ആവുന്നില്ല. സോ അത് ക്യാപിറ്റലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതൊരു റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ഇറ്റ് ഈസ് ചാർജ് P&L നമ്മൾ ചാർജ് ചെയ്താൽ മതി. അത് നമ്മൾ ഫിനാൻസ് സ്റ്റേറ്റ്മെന്റിൽ ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യവുമില്ല. വി വിൽ ചെക്ക് ദി ആൻസർ. റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസ് ആർ റവന്യൂ എക്സ്പെൻഡിച്ചർ ഷുഡ് നോട്ട് ബി ആഡഡ് ടു ദി വാല്യൂ ഓഫ് അസറ്റ്സ് as the expense do not increase the capacity of asset. അത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്, അത് വാല്യൂ ഓഫ് അസറ്റിലേക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എക്സ്പെൻസസ് അസറ്റിൻ്റെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്ത് തരത്തില്ല. ഹെൻസ് സച്ച് എക്സ്പെൻസസ് എന്ന് വെച്ചാൽ എക്സ്പെൻസസ് തരില്ല എന്ന് വെച്ചാൽ അവിടെ റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസ് നടന്നതുകൊണ്ട് അസറ്റിൻ്റെ കപ്പാസിറ്റി ഇൻക്രീസ് ആവത്തില്ല. ഹെൻസ് സച്ച് എക്സ്പെൻസ് ഷുഡ് ബി ചാർജ് ടു P&L അക്കൗണ്ട്. ദി സെൻറ്റൻസ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, മാക്സിമം നമ്മൾ ഇതേ വേർഡ്സ് തന്നെ പ്രോപ്പർ ഇംഗ്ലീഷിൽ നമ്മൾ എക്സാമിൻ ചെയ്താൽ മാർക്ക് കിട്ടും. ജസ്റ്റ് നമ്മൾ റീഡ് ചെയ്യില്ല, ഇതേ വേർഡ്സ് ഒക്കെ വന്നാൽ മാക്സിമം നല്ലതായിരിക്കും. Further, the chief accountant also disclosed his policy of adding repairs to value of assets by way of notes token. So ഇവിടെ പിന്നീട് ചീഫ് അക്കൗണ്ടന്റ് ഞാൻ റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസ് ചെയ്തത് വാല്യൂ ഓഫ് അസറ്റിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട്. ആസ് പെർ AS1, disclosure is not a method to correct the wrong treatment. So convention chief accountant is wrong. So നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത മാതിരി ആസ് പെർ AS1 ഡിസ്ക്ലോഷർ അക്കൗണ്ടിംഗ് പോളിസി ഇസ് നോട്ട് എ റെമഡി ഫോർ റോങ് ഓർ ഇൻഅപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെന്റ് ഇൻ അക്കൗണ്ടിംഗ്. ഓക്കെ, സോ ഇത് റോങ് ആണ്. AS1 is not a method to correct the wrong. So convention is wrong. Then we will discuss next question. A Limited has followed accrual basis of accounting since incorporation. The chief accountant also disclosed the fact in financial statements. Why? Answer check ചെയ്യാം. Accrual is one of the fundamental accounting assumption. Okay, GCA means GCA എന്ന് ഉദ്ദേശിക്കുന്നത് ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് അസംഷൻ ആണ്. GCA ആണ്. ഒന്ന് ഗോയിങ് കൺസേൺ, ഒന്ന് കൺസിസ്റ്റൻസി, ഒന്ന് അക്രൂവൽ. അതാണ് GCA ഞാൻ പറയുന്നത്. ഈ ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് അസംഷൻസ് ഫോളോഡ് പ്രോപ്പർലി ദെൻ നോ സ്പെസിഫിക് ഡിസ്ക്ലോഷർ റിക്വയർഡ്. നമ്മൾ കുറേ ചെയ്തിട്ടുണ്ട്. ഇത് ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് അസംഷൻസ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ദെൻ അക്രൂവൽ പിന്നീട് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് അസംഷൻ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ disclosure is required only when there is a deviation the company is not following fundamental accounting assumption. So the company not need to disclose the fundamental. That's a basic thing. Then next question. A Limited was providing for after sale expenses at 2% of sales for covering expenses during the warranty period. വാറണ്ടി പീരീഡിൽ സെയിൽസിന് ശേഷം എന്തെങ്കിലും എക്സ്പെൻസസ് വരുവാണെങ്കിൽ അത് കവർ ചെയ്യാൻ വേണ്ടി 2% പ്രൊവിഷൻ മാതിരി കൊടുക്കുന്നുണ്ട്. Now A Limited observed that actual after sales expense were much as less as compared to provision because of better technology used in manufacturing of the products. So A Limited ഒബ്സർവ് ചെയ്തപ്പോൾ സെയിൽസിന് ശേഷം എക്സ്പെൻസ് നടക്കുന്നത് വളരെയധികം കുറവാണ്. ബിക്കോസ് ഓഫ് ബെറ്റർ ടെക്നോളജി യൂസ്ഡ് ഇൻ മാനുഫാക്ചറിങ്. പ്രൊഡക്ട്സ് മാനുഫാക്ചർ ബെറ്റർ ടെക്നോളജി വന്നതുകൊണ്ട് പുതിയ ടെക്നോളജി യൂസ് ചെയ്യുന്നതുകൊണ്ട്
ആഫ്റ്റർ സെയിൽസ് എക്സ്പെൻസസ് വളരെയധികം കുറവാണ്. എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ്, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്, കംപ്ലൈൻറ്റ്സ് വളരെയധികം കുറവാണ്. സോ ആ കംപ്ലൈൻറ്റ്സ് വരുന്നതിന് മുന്നോടിയായിട്ടാണ് അവർ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ എ ലിമിറ്റഡ് മനസ്സിലായി, സെയിൽസിന് ശേഷം എക്സ്പെൻസസ് കുറവാണ്, കംപ്ലൈൻറ്റ്സിലും വളരെയധികം കുറവാണ് ബിക്കോസ് ഓഫ് ദി ബെറ്റർ ടെക്നോളജി. സോ നൗ ദ ബോർഡ് ഓഫ് എ ലിമിറ്റഡ് ഡിസൈഡ് ടു അക്കൗണ്ട് ഫോർ ദി എക്സ്പെൻസ് ആസ് വെൻ ദേ ആർ ഓപ്പർ. എന്നാണ് എക്സ്പെൻസ് ഉണ്ടാവുന്നത് അന്ന് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, റെക്കോർഡ് ചെയ്താൽ മതി. അതാണ്. സോ ഇങ്ങനെ വരുന്നത് കൊണ്ട് ഇവിടെ 2% ആണ് നേരത്തെ ക്രിയേറ്റ് ചെയ്യല്. അൺലൈക്ക് ഇറ്റ്സ് പ്രീവിയസ് ഇയറിൽ സെയിൽസിന് 2% പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യും, ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഇതിൻ്റെ എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ, സോ പ്രോഫിറ്റ് അവിടെ കൂടും. 15 crores 2%. നമുക്ക് ആൻസർ നോക്കാം. As per AS1, any change in the accounting which has a material effect in the current period or which is reason expected to a material effect in later period should be disclosed. Accordingly, the notes on account should properly disclose the change and its effect. Okay, then notes. So far, the company has been provided 2% of sale for meeting after sales has been during the warranty period. Now the company has improved the quality of products with the better technology has been observed that actual expenses are very less than provision. ഹെൻസ് ദ കമ്പനി ഹാസ് എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് എമൗണ്ട് പ്രൊവിഷനായിട്ട് ക്രിയേറ്റ് ചെയ്യും, ശരിക്കും ആക്ച്വലി നടക്കുന്ന എക്സ്പെൻസ് പ്രൊവിഷനേക്കാളും കുറവാണ്. സപ്പോസ് നമുക്ക് 100 crores നമ്മൾ 15 crores നമ്മളൊരു 120 lakhs പ്രൊവിഷനായിട്ട് ക്രിയേറ്റ് ചെയ്ത് ആക്ച്വലി എക്സ്പെൻസ് എത്രയേ നടന്നിട്ടുള്ളൂ, 10,000 എക്സ്പെൻസ് നടന്നിട്ടുണ്ട്. ആക്ച്വലി ഇറ്റ്സ് എ ലെസ് എമൗണ്ട് ആണ്. സോ എന്നാണ് എക്സ്പെൻസ് നടക്കുന്നത് അന്ന് മാത്രം റെക്കോർഡ് ചെയ്താൽ മതിയെന്ന് കമ്പനി ഡിസൈഡ് ചെയ്തു. Hence, the company has decided not to make provision for such expenses but to account for the same as when expenses are incurred. So, due to this change, the profit for the year is increased by 1 crore than would have been in case the old policy were to continue. So, suppose old policy continue ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ അതിന് പ്രൊവിഷൻ ക്രിയേറ്റ് സപ്പോസ് 15 crores 2% എത്രയാണ്, 1 crore ആണ്. 1 crore അവിടെ നമുക്ക് പ്രോഫിറ്റ് കൂടി, കാരണം അത്ര എക്സ്പെൻസ് കുറയുക. നമ്മളവിടെ എന്ത് ചെയ്യുന്നില്ല, ഓൾഡ് പോളിസിയാണ് ഫോളോ ചെയ്യുന്നതിന് കൂടെ എക്സ്പെൻസ് 1 crore വന്നാണ് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് എക്സ്പെൻസ് ആയിട്ട് 1 crore വന്നാണ്. ഇവിടെ ഇപ്പോൾ എന്നാണ് എക്സ്പെൻസ് നടക്കുന്നത് ആ ടൈമിൽ മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. സോ അവിടെ പ്രോഫിറ്റ് എന്ത് ചെയ്ത് 1 crore കൂടി, എക്സ്പെൻസ് കുറഞ്ഞപ്പോൾ പ്രോഫിറ്റ് കൂടി, അതാണ് അവിടെ എഫക്റ്റ് എന്ന് പറയുന്നത്. Due to this change, the profit for the year is increased by rupees 1 crore than would have been the case if the old policy were to continue. Old policy continue ചെയ്യുകയായിരുന്നെങ്കിൽ അതിനേക്കാൾ 1 കോടി രൂപ ഇപ്പോൾ എന്തായി മാറി, കൂടിയിട്ടുണ്ട്. നമ്മളവിടെ എക്സ്പെൻസ് റെക്കോർഡ് ചെയ്തല്ല, എക്സ്പെൻസ് കുറഞ്ഞപ്പോൾ എന്ത് ചെയ്ത്, പ്രോഫിറ്റ് കൂടി. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. സോ നമ്മൾ ഇലിസ്ട്രേഷൻസ് ചെയ്തു, MCQ ചെയ്തു, സെനറിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചെയ്തു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്തു. ഇത്രയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ കമ്പൾസറി ആയിട്ട് ഇത് ചെയ്ത് 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. AS1 ഇറ്റ്സ് എ ഈസി ടോപ്പിക്, ബട്ട് ഈസി ടോപ്പിക്കാണ്. സോ നമുക്ക് നന്നായി ശ്രദ്ധിച്ച് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷനാണ്. ഓക്കെ.